ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഇന്ന് നമുക്ക് എൻ്റെ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസ് കാണാം. ഓക്കെ, അന്നേരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു കുറേ റോസ് ഗാർഡൻ്റെയും അതുപോലെ തന്നെ കുറേ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസ് കണ്ടു. അന്നേരം ഇന്ന് നമുക്ക് ഞാൻ കാണിക്കാത്ത കുറേ ചെടികളുണ്ട്, അതൊക്കെ ഇന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, അന്നേരം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെ ഞാൻ നേരത്തെ ആ റോസ് ഗാർഡൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ച റോസസ് തന്നെയാണ്. അതിൽ കുറച്ച് പുതിയ പൂക്കൾ കൂടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്ക് റോസ് ചെടി വാങ്ങുമ്പോൾ പലരും പറഞ്ഞു വാങ്ങിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഉണങ്ങി പോകുന്നു എന്നൊക്കെ. അതിനൊക്കെയുള്ള ഒരു നല്ലൊരു പരിഹാരം കൂടി ആണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അന്നേരം നമ്മുടെ നല്ല സൂപ്പർ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നമുക്കിന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അന്നേരം ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്പോട്ടഡ് ഡ്രസീന പ്ലാന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അത് കണ്ടോ, അതിൻ്റെ ആ ഒരു എഡ്ജസ് ഒരു യെലോയിഷ് കളറും നടുക്കോട്ട് വരുന്തോറും ഒരു നല്ല ഗ്രീനിഷ് ഷെയ്ഡുമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിന് സ്പോട്ടഡ് ഡ്രസ്സിന് എന്ന് പറയുന്നത് കണ്ടതിനകത്ത് ചെറിയ ചെറിയ വൈറ്റ് സ്പോട്ട്സ്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് കാണാൻ നേരം ലൈറ്റ് ഇങ്ങനെ ചെറിയ ബൾബുകൾ ഉള്ളതുപോലെ, അതുപോലെ ഒരു സ്പോട്ട് ചെയ്യുന്ന ഒരു ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതിന് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണിത്. ഇത് ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് എന്ന് പറഞ്ഞത് നമ്മൾ ഒരുപാട് ബ്രൈറ്റ് സൺലൈറ്റിൽ വെക്കാതെ ലൈറ്റായിട്ട് പ്രകാശം ഉള്ളിടത്ത് വെക്കുക. വിൻഡോ സൈഡിലൊക്കെ വെക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അന്നേരം ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ സോയിൽ ഒട്ടും ഡ്രൈ ആകാതെ നമ്മൾ നോക്കണം. അതാണ് ഈ സ്പോട്ടഡ് ഡ്രസീന പ്ലാന്റിൻ്റെ ഒരു കെയർ എന്ന് പറഞ്ഞാൽ. പിന്നെ കുറച്ച് ഫെർട്ടിലൈസർ, അതായത് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അത് മാസത്തിൽ 1-2 പ്രാവശ്യം കൊടുത്താൽ മതിയാകും. അന്നേരം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇത് ഡ്രസീന വാർണിക്കി എന്ന് പറയുന്ന ഒരു ഡ്രസീനയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. ഞാനിത് കുറച്ച് പുറത്ത് വെക്കും. കാരണം ഒരാഴ്ച നമ്മൾ അകത്ത് വെച്ച് ഒരു മാസത്തോളം അകത്ത് വെക്കുകയാണെങ്കിൽ ഒരു 1-2 ദിവസം ഒന്ന് പുറത്ത് വെച്ചാൽ ഈ പ്ലാന്റിൻ്റെ ആ ഗ്രീനിഷ് ഷെയ്ഡ് നല്ലതുപോലെ വരും. അല്ലെങ്കിൽ ഒരു ഡള്ളായിപ്പോവും. അതുകൊണ്ട് കുറച്ചൊന്ന് വെയിലത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഡ്രസീന പ്ലാന്റ് ആണത്. പിന്നെ സാൻസിവേരിയയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. സാൻസിവേരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ എഡ്ജസ് നല്ല ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലോട്ടസ് പ്ലാന്റിനെ പോലെ ഇരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാൻസിവേരിയ പ്ലാന്റ് ആണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ഇത് നമുക്ക് ചെറിയ പോട്ടിലാക്കി നമ്മുടെ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റിയതാണ്. അത് കമ്പ്യൂട്ടർ ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിംഗ് റൂമിലെ ചെറിയ ടേബിളോ അല്ലെങ്കിൽ കോർണറിലോ ഒക്കെ വെക്കാൻ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടിയുണ്ട്. ഇത് ഒരു ബ്രൈറ്റ് യെല്ലോ, അതായത് ഇതിന് ഗോൾഡ് ഫ്ലെയിം സെൻസിവേരിയ എന്നൊക്കെയാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിത് വേറൊരു ഇൻഡോർ പോട്ടിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച അതേ പോട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അത് ഞാൻ ഇതുവരെയായിട്ട് മാറ്റി വെച്ചിട്ടില്ല. ഞാൻ വാങ്ങിച്ചപ്പോൾ ആ ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. ഇതിപ്പം കുറേ വലുതായിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇൻഡോർ പ്ലാന്റ്സിൽ ഒന്നാണിത്, സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് നിങ്ങൾക്കറിയാലോ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു മോർ ദാൻ 40 വെറൈറ്റീസ് സ്നേക്ക് പ്ലാന്റ്സിൻ്റെ ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. കാരണം എത്ര നാൾ നമ്മൾ വെള്ളം ഒഴിക്കാതിരുന്നാൽ ഈ പ്ലാന്റ് അതുപോലെ തന്നെ ഇരിക്കും. വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡ്ജസ് നല്ല യെലോയിഷ് ഷെയ്ഡാണ്. സാധാരണ ഗ്രീൻ മാത്രമുള്ളതുമുണ്ട്, ഇതേപോലെ എഡ്ജസിൽ യെല്ലോ കളറുള്ളതുമുണ്ട്.
അത് ഓരോരുത്തർക്കും ഓരോരോ കളേഴ്സാണല്ലോ ഇഷ്ടം. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇത് നല്ല ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് ഒരു സ്നേക്ക് പ്ലാന്റുമാണ്. ഇത് ഇത് വേറെ ഒരു വെറൈറ്റിയാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ഒരുപാട് ഹൈറ്റ് പോകത്തില്ല. ഇത് ചെറുതായിട്ടൊരു ഡ്വാർഫ് വെറൈറ്റി പോലെ ചെറുതായിട്ട് നിൽക്കും. ഇതും സെൻസിവേരിയ അല്ലെങ്കിൽ നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതും ഒരു ഡ്വാർഫാണ്. ഒരുപാട് ഉയരത്തിലൊന്നും പോകത്തില്ല. ഇത് നമുക്ക് ടേബിളിൽ വെക്കാനും കമ്പ്യൂട്ടർ ടേബിളിലോ അല്ലെങ്കിലൊക്കെ വെക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻഡോർ പ്ലാന്റാണ് ഇതൊക്കെ. ഇത് നല്ല ഗ്രീൻ ഷെയ്ഡായിട്ടുള്ളൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ ഇത് കാണാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. അന്നേരം നമ്മുടെ ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോ മെയിൻ്റനൻസ്, അതായത് ഒത്തിരി വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇടയ്ക്ക് നമുക്ക് സമയമുള്ളപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി അടുത്തത് ഞാൻ നേരത്തെ എൻ്റെ ഗാർഡൻ ടൂറിൽ കാണിച്ച പ്ലാന്റ് തന്നെയാണ്. ഇത് നമ്മുടെ പെപ്പറോമിയ പ്ലാന്റ് ആണ്. പെപ്പറോമിയ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബേബി റബ്ബർ പ്ലാന്റ് ആണ്. വളരെ ഫ്ലഷി ലീവ്സ് ആണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ ലീഫിൻ്റെയൊക്കെ ഒന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ്. പിന്നെ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ചിലർ ബേബി റബ്ബർ പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു യുണീക്ക് പ്ലാന്റ് ആണ്. ഇതിന് പെപ്പറോമിയ ഒപ്റ്റ്യൂസ് ഫോളിയ എന്നൊക്കെ പറയും. അങ്ങനെ പല പേരുകളുണ്ട് ഇതിന്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡ്ജസ് വന്നിട്ട് ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറും, അതുപോലെ ഇൻസൈഡ് വരുംതോറും ഒരു ഗ്രീനിഷ് ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. അതാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. ഇത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസിൽ വെക്കാൻ പറ്റും. ഇതിൻ്റെ ലീഫ് തന്നെ ഞാനൊന്ന് പ്ലക്ക് ചെയ്ത് താഴെ ഒന്ന് വെച്ച് നോക്കിയിരുന്നു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് വേറെ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തപ്പോൾ നല്ലതുപോലെ കിളിച്ചു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ലീഫ് തന്നെ പറിച്ച് അതിൻ്റെ ചുവട്ടിൽ വെക്കുകയാണെങ്കിൽ ഒരു 1 വീക്ക് 2 വീക്ക് കഴിയുമ്പോൾ നമ്മളിത് എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞി വേരുകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ അതുപോലെ ചെയ്തു, സക്സസ് ആയിട്ടുണ്ട്. 100% ഉറപ്പ് പറയാം. അതിൻ്റെ ലീഫ് എടുത്ത് താഴെ വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിളിച്ചു വരും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോൺസ്റ്റെറ പ്ലാന്റ് ആണ്. മോൺസ്റ്റെറ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ മോൺസ്റ്റെറ പ്ലാന്റ്. ഇതൊരു യുണീക്ക് പ്ലാന്റ് ആണ്. അതായത് ഒരുപാട് എല്ലാ നഴ്സറീസിലൊന്നും നമ്മൾ പോയാലും കിട്ടത്തില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഒരു അർബൻ ഗാർഡനിങ്, അർബൻ സ്റ്റൈലിങ്ങിനൊക്കെ നമ്മൾ ഇൻസൈഡിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെ. ഒരു ട്രെൻഡി പ്ലാന്റ് ആണിത്. അതുപോലെ തന്നെ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഒരുപാട് കെയർ കൊടുക്കണ്ട, വളരെ ഈസി ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണിത്. ഇൻഡോർ വെക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നമ്മുടെ ലിവിങ് റൂമിലും അതായത് ബെഡ്റൂമിലും ഒക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ഒരു പ്ലാന്റ് തന്നെയാണിത്. മോൺസ്റ്റെറ ഡെലീസിയോസ എന്ന് പറയുന്ന പ്ലാന്റ് ആണിത്. അന്നേരം ഇതിൻ്റെ ഒരു പ്രത്യേകത, കുഞ്ഞി പ്ലാന്റിന് ഒരുപാട് ഫെനസ്ട്രേഷൻസ് വരുന്നത് കണ്ടോ, ഒരു ഫെനസ്ട്രേഷനേ ഉള്ളൂ ഇതിന്. ഈ ലീഫ് മെച്യൂർ ആകും തോറും ഇതേപോലെ കൂടുതൽ ലീഫിൽ ഫെനസ്ട്രേഷൻസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫെനസ്ട്രേഷൻസ് ആണ്. മെച്യൂർഡ് ലീവ്സിലാണ് ഇതുപോലെ കാണപ്പെടുന്നത്. ഈ ഒരു ഫെനസ്ട്രേഷൻസ് തന്നെയാണ് ഇതുപോലുള്ള മോൺസ്റ്റെറ പ്ലാന്റ്സിൻ്റെ ഒരു അട്രാക്ഷനും. അന്നേരം നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിൻ്റെ ആ ഗ്രീനിഷ് ഷെയ്ഡൊക്കെ ആരെയും അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഡിസൈൻ നമുക്ക് ഇപ്പോൾ ടീഷർട്ട്സിൽ, പില്ലോസിൽ, ബെഡ്ഷീറ്റിൽ ഒക്കെ ഈ മോൺസ്റ്റെറ പ്ലാന്റിൻ്റെ ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ടീ കപ്പിലും ഒക്കെ ഈ ഒരു പ്ലാന്റിൻ്റെ ഡിസൈൻ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ ഈസി കെയർ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ ഈ പ്ലാന്റിന്, നമ്മുടെ മോൺസ്റ്റെറ പ്ലാന്റിന് വേറൊരു പേരുണ്ട്. സ്വിസ് ചീസ് പ്ലാന്റ് എന്നും ഈ പ്ലാന്റിന് അറിയപ്പെടുന്നുണ്ട്. സ്വിസ് ചീസ് പ്ലാന്റ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പെർഫറേറ്റഡ് ലീഫാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. ഇത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അന്നേരം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇതേത് പ്ലാന്റ് ആണെന്ന് അറിയാമോ? കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോൺ മൂൺഷൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റ്സ് 1ഉം 2ഉം ഒക്കെ ഞാൻ ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസിൽ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ ബേബി പ്ലാന്റ്സ് കണ്ടോ.
ആ ബേബി പ്ലാന്റ്സ് നേരത്തെ ഞാൻ മേടിച്ചത് അൺബോക്സ് ചെയ്യുന്നതും ഒക്കെ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഗാർഡൻ ടൂറിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ബേബി പ്ലാന്റിനെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയത്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഗാർഡൻ ടൂറിൽ നിങ്ങൾ കണ്ടു നോക്കുക. അന്നേരം ഇത് ഫിലോഡെൻഡ്രോൺ മൂൺഷൈനാണ്. അതിൻ്റെ ഇതിപ്പം ഈ ഒരു പുതിയ ലീഫൊക്കെ മെച്യൂർഡ് ആവുന്ന ലീഫ് കണ്ടോ, ഒരു ഗ്രീൻ ഷെയ്ഡ് പോലെ പോകും. അതേസമയം അതിൻ്റെ ന്യൂലി കമ്മിങ് ലീവ്സ് ഇത് കണ്ടോ, ഈ പുതിയ പുതിയ ലീവ്സ് ഇതുപോലെ നല്ല ബ്രൈറ്റ് യെല്ലോ കളറിലായിരിക്കും ഇരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പ്രായം കൂടുന്തോറും ആ യെല്ലോ ഷെയ്ഡ് മാറി മാറി ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. അതാണ് ഈ ഫിലോഡെൻഡ്രോൺ ഈ പ്ലാന്റിൻ്റെ ഒരു മൂൺഷൈൻ പ്ലാന്റിൻ്റെ പ്രത്യേകത. ഇത് നിങ്ങൾക്കറിയാലോ, ഇതിങ്ങനെ നമ്മളൊരു മോസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ചകിരി വെച്ചൊരു കമ്പ് ഉണ്ടാക്കി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിലേക്ക് ക്ലൈംബ് ചെയ്ത് ഈസി ആയിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇങ്ങനെ വൈൻ പ്ലാന്റ് പോലെ മുകളിലേക്ക് കയറ്റി വിടുന്ന ഇങ്ങനെ ഒരു ക്രീപ്പർ പോലെ പോകുന്ന ടൈപ്പാണ് ഈ ഫിലോഡെൻഡ്രോൺ. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും, ഒരുപാട് കെയർ ഒന്നും വേണ്ട. പക്ഷേങ്കിൽ ഇത് ഒരുപാട് ബ്രൈറ്റ് സൺലൈറ്റിലൊന്നും കൊണ്ടുവെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ഷെയ്ഡുള്ള പ്രദേശത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വീടിൻ്റെ ഒരു കോർണർ സ്പേസിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് അട്രാക്റ്റീവ് ആയിരിക്കും ഈ ഒരു പ്ലാന്റ്. അന്നേരം നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ആന്തൂറിയം പ്ലാന്റ് ആണ്. നല്ല ബ്രൈറ്റ് റെഡ് കളറേഡ് ഫ്ലവറാണ് ഇതിൻ്റേത്. ഇതും ഒരുപാട് ബ്രൈറ്റ് സൺലൈറ്റിൽ വെക്കാത്തത് തന്നെയാണ്. നേരത്തെ നമ്മുടെ വലിയ ലീഫുള്ള ഓർക്കിഡ് പോലെയല്ല ഇത് ഇൻഡോർ പ്ലാന്റ് കളക്ഷൻസിൻ്റെ അകത്ത് വരുന്ന ചെറിയ ലീവ്സ് ഉള്ള ടൈപ്പ് ഓഫ് ആന്തൂറിയത്തിൻ്റെ പ്ലാന്റാണിത്. ഇതിൻ്റെ പല കളേഴ്സ്, പിങ്ക്, ലൈറ്റ് പിങ്ക് നിറത്തിലുള്ള ഫ്ലവറൊക്കെ ഉള്ളതുണ്ട്. അങ്ങനെ പല വെറൈറ്റി ആന്തൂറിയം പ്ലാന്റ്സ് ഉണ്ട്. ആന്തൂറിയം പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ കുറേ യുണീക്കായിട്ടുള്ള പ്ലാന്റ്സ് ലൈക്ക് നമ്മുടെ മോൺസ്റ്ററ കാണിച്ചു, ഫിലോഡെൻഡ്രോൺ മൂൺഷൈൻ, സെൻസിവേരിയ, ഡ്രസീന, അത് ഇങ്ങനെ കുറേ പ്ലാന്റ്സ് ഞാൻ കാണിച്ചു. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ നേരത്തെ ഒരുപാട് കാണിച്ചിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു കൂജയിൽ വെച്ച ചെടിയാണ്. അന്നേരം ഈ മോൺസ്റ്ററ പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാം. ഓൺലൈനിലൊക്കെ അത് സെയിലിന് അവൈലബിൾ ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ ഫ്ലവറായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ഞാൻ കാണിച്ചായിരുന്നു. മെഡീനില മാനിഫിഷ്യ എന്ന് പറയുന്നൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ അകത്ത് നല്ല ബ്രൈറ്റ് പിങ്ക് നിറത്തിലുള്ള നല്ല പൂക്കളുണ്ടാകുന്ന നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ചെടിയാണ്. പിന്നെ ഇത് നിങ്ങൾക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ ഡംകെയിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഡംകെയിൻ പ്ലാന്റ് ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി. ഇതിൻ്റെ ഇൻസൈഡ് കണ്ടോ, ഒരു ഓഫ് വൈറ്റ് നിറം പോലെ വരും. അതിൻ്റെ എഡ്ജസ് വന്നിട്ട് ഇതേപോലെ നല്ല ഗ്രീൻ ഷെയ്ഡി വരും. ഇടയ്ക്ക് ഓരോരോ യെല്ലോ സ്പോട്ട്സ് പോലെയുമുണ്ട്. അന്നേരം ഈ ഒരു പ്ലാന്റും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇത് പക്ഷെങ്കിൽ ഇതിൻ്റെ തണ്ടൊക്കെ ചെറുതായിട്ടൊരു പോയ്സണസ് ആയിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്നേരം നമ്മൾ കുട്ടികളിൽ ഈ ചെടി ഹാൻഡിൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അത് ഹാൻഡിൽ ചെയ്യാൻ നേരം ഗ്ലൗസൊക്കെ ഇട്ട് ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ കുറേ പ്ലാന്റ്സ് നമ്മൾ കണ്ടു. ഇനി ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബേർഡ്സ് നെസ്റ്റ് ഫേൺ, പിന്നെ ബേൾ മാക്സി ഹൗസ് പ്ലാന്റ് ഒക്കെ കാണിക്കാം. എന്നിട്ട് ഞാൻ ഇനി കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫിലോഡെൻഡ്രോൺ മൂൺഷൈൻ പ്ലാന്റ് കോർണർ സൈഡിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം. ഇതാണ് മൂൺഷൈൻ ഫിലോഡെൻഡ്രോൺ പ്ലാന്റ്. ഇത് ആ ഒരു കോർണറിൽ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു അട്രാക്റ്റീവ് പ്ലാന്റ് തന്നെയാണ് ഇത്. പിന്നെ ഒരു സിങ്കോണിയം ഞാൻ കാണിച്ചു തരാം. ഇത് സിങ്കോണിയം തന്നെയാണോ എന്നൊരു ഡൗട്ടുണ്ട്, എന്നാലും കമൻറ്റ് ചെയ്യുക. ഇതൊരു റെഡിഷ് ഷെയ്ഡാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. പിന്നെ ഇതിന് കുറച്ച് വെള്ളം വേണം, അതായത് ലിക്വിഡി സോയിലാണ് ഈ പ്ലാന്റിന് ഇഷ്ടമായിട്ടുള്ളത്. ഒരുപാട് അതിൻ്റെ ആ ഒരു മണ്ണ് ഡ്രൈ ആകാതെ നോക്കുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽവർ പോത്തോസിൻ്റെ അകത്ത് വരുന്നതാണ്. ഇപ്പം ഞാനിന്ന് ഇത് ശരിയാക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഇന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുകയാണ് ഈ പ്ലാന്റ്. ഇതും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിൽവർ പോത്തോസാണ്. ഒരു റെയർ പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ വരുന്ന ടൈപ്പാണ് ഇത്, സിൽവർ പോത്തോസ്. അങ്ങനെ എല്ലായിടത്തും ഈ ഒരു പ്ലാന്റ് കാണാനില്ല.
ഇതിൻ്റെ ഒരു വെറൈറ്റി, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീഫിൽ കണ്ട ഒരു സിൽവർ കളർ പോലെ, സിൽവർ സ്പോട്ട്സ് പോലെ ഇങ്ങനെ വരുന്നു. അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല ഗ്രീനും സിൽവറും കൂടെ ചേർന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊരു റെയർ വെറൈറ്റിയാണിത്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. ഇത് ഈസി ടു ഗ്രോ ആണ്. അതുപോലെ തന്നെ ഒരുപാട് കെയർ വേണ്ട. നമ്മുടെ സാധാരണ മണി പ്ലാന്റ്, പോത്തോസൊക്കെ വളർത്തുന്നത് പോലെ തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റും. അന്നേരം ഈ പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേൾ മാക്സി എന്ന് പറഞ്ഞൊരു ഹൗസ് പ്ലാന്റ് ആണ്. ഇതിന് പ്രെയർ പ്ലാന്റ് എന്നും പറയും. ഇത് ഞാൻ കുറച്ച് വെയിലത്ത് വെച്ചപ്പോഴത്തേക്ക് ഇല അങ്ങ് ചുരുണ്ട് പോയി. അത് പ്രെയർ പ്ലാന്റ് എന്നൊക്കെ പറയും. പിന്നെ ഒരു കാര്യം, ഇത് നമ്മൾ ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് തന്നെയാണ്. ഒരുപാട് നേരം നമ്മൾ സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ ആണെങ്കിൽ ചുരുണ്ട് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരുപാട് സൺലൈറ്റിൽ വെക്കാതിരിക്കുക, ഈ ബേൾ മാക്സി എന്ന് പറയുന്ന പ്ലാന്റ്. അന്നേരം ഈ പ്ലാന്റ് അടിപൊളി ഒരു പ്ലാന്റാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നഴ്സറീസിലും ഒക്കെ നമുക്കിത് വാങ്ങാൻ കിട്ടും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അന്നേരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് പ്ലാന്റ്സ് നിങ്ങളെ കാണിച്ചു തന്നു. നിങ്ങൾ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണ് അത് ടേക്ക് കെയർ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ. പിന്നെ അവസാനമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബേർഡ്സ് നെസ്റ്റ്, അതായത് നമ്മുടെ ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ഫേൺ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളത്, ലൂസായിട്ടുള്ള കൊക്കോപ്പീറ്റ് കൂടുതലുള്ള മണ്ണ് വേണം ഇതിന് നടാനായിട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. അതായത് ഒരുപാട് സൺലൈറ്റിൽ വെക്കാതെ ഒരു ഷെയ്ഡ് ഉള്ളിടത്ത് വെക്കുക. പക്ഷെങ്കിൽ നല്ല സൺലൈറ്റ് വേണം, അതുപോലുള്ള ഒരു പ്രദേശത്ത് വേണം ഈ പ്ലാന്റ് വെക്കാനായിട്ട്. കുറച്ച് വെട്ടവും വേണം, പക്ഷെ തണലും വേണം. അന്നേരം ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അന്നേരം സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.